ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 2 ട്രീസിൻ്റെ സെക്കൻഡ് ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ക്ലാസ് എനിക്ക് തോന്നുന്നു കുറച്ച് ഓഡിയോ ഇഷ്യൂസ് ഉണ്ട് എന്ന് തോന്നുന്നു. ഞാനതൊരു വോയിസ് നോട്ട് നമുക്ക് ഇട്ട് തരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ട്രീ, അതിൻ്റെ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ, കൺസെപ്റ്റ്സ്, എന്താണ് റൂട്ടഡ് ട്രീ, ഡെഫിനിഷൻസ് ഒക്കെയാണ് പഠിച്ചത്. സോ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിനകത്ത് നമ്മൾ നെക്സ്റ്റ് ഡെഫിനിഷനാണ് പഠിക്കുന്നത്. ആദ്യം എ റൂട്ടഡ് ട്രീ ഈസ് കോൾഡ് ആൻ M-array tree if every internal vertex has no more than M children. ഇന്റേണൽ വെർട്ടെക്സ് എന്തായിരുന്നു? ചിൽഡ്രൻസ് ഉള്ള വെർട്ടെക്സിനാണ് നമ്മൾ ഇന്റേണൽ വെർട്ടെക്സ് എന്ന് പറയുന്നത്. എമ്മിൽ കൂടുതൽ ചിൽഡ്രൻസ് ഉണ്ടാകരുത്. അങ്ങനെ വരുന്ന ട്രീസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? M-array tree എന്ന് വിളിക്കുന്നത്. ദെൻ ട്രീ ഈസ് കോൾഡ് ഫുൾ M-array tree if every internal vertex has exactly M children. ഏത് ഇന്റേണൽ വെർട്ടെക്സ് എടുത്താലും അതിന് M ചിൽഡ്രൻ ഉണ്ടെങ്കിൽ ഫുൾ M-array tree എന്നാണ് വിളിക്കുന്നത്. ആൻഡ് M-array tree വിത്ത് M is equal to എമ്മിൻ്റെ വാല്യൂ 2 ആയിട്ട് വരുന്നത് നമ്മൾ ബൈനറി ട്രീ എന്നാണ് വിളിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇത് ഒരു ബൈനറി ട്രീയുടെ എക്സാമ്പിൾ ആണ്. നോക്കിക്കേ, ഏത് വെർട്ടെക്സ് എടുത്താലും ഇന്റേണൽ വെർട്ടെക്സ് ആയിട്ട് വരുന്ന ഏത് വെർട്ടെക്സ് എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്താ കിട്ടുന്നത്? 2 ചിൽഡ്രൻ വെച്ചാണ് കിട്ടുന്നത്. ഇവിടെ ഇന്റേണൽ വെർട്ടെക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2 ചിൽഡ്രൻ ഹിയർ ആൻഡ് ഹിയർ. രണ്ടിടത്ത് നമുക്ക് എന്തായിരുന്നു? ഇന്റേണൽ വെർട്ടെക്സ് 3 ഉണ്ട്. ആ 3ൻ്റെയും നമുക്ക് ഡിഗ്രി നോക്കുമ്പോൾ 2 ആയിട്ട് വരുന്നുണ്ട്. 2 ചിൽഡ്രൻ വെച്ച് വരുന്നുണ്ട്. സോ ഇറ്റ്സ് ബൈനറി ട്രീ. നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇതിവിടെ ഇന്റേണൽ വെർട്ടെക്സ് ആണ്, 3 ചിൽഡ്രൻ വരുന്നുണ്ട്. ഇവിടെ അടുത്ത ഇന്റേണൽ വെർട്ടെക്സ് ആണ്, അവിടെയും 3 ചിൽഡ്രൻ വരുന്നുണ്ട്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇന്റേണൽ വെർട്ടെക്സ് ആയിട്ട് വരുന്നെല്ലാം നോക്കിക്കേ 3 ചിൽഡ്രൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 3-array ട്രീ ആയിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ അല്ലാത്ത, ഇപ്പം സെയിം വാല്യൂ തന്നെ അല്ലാതെ വേറെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് നോക്കുക. നമുക്കൊരു 4 ഫിഗേഴ്സ് എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. പേജ് നമ്പർ 748 ആണ് ടെക്സ്റ്റിൽ പേജ് നമ്പർ. അവിടെ ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് കേട്ടോ. ഓക്കെ, T1 is full binary tree because each of its internal vertices has 2 children and T2, ഇതാണ് നമ്മുടെ T2. ഓക്കെ, T1 ആൻഡ് T2 പേര് കൊടുത്തേക്കാം. ഈസ് ഫുൾ 3-array ട്രീ. കണ്ടില്ലേ, എല്ലാത്തിൻ്റെയും എന്താ 3 ചിൽഡ്രൻസ് വെച്ച് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഇതൊരു ചെറിയ നോട്ടാണ്. നമുക്ക് നോട്ടിലേക്ക് കിടക്കാം. ആൻഡ് ഓർഡേർഡ് റൂട്ടഡ് ട്രീ. അടുത്തൊരു ചെറിയ നോട്ടാട്ടോ. ഓർഡേർഡ് റൂട്ടഡ് ട്രീ ഈസ് എ റൂട്ടഡ് ട്രീ വെയർ ദ ചിൽഡ്രൻ ഓഫ് ഈച്ച് ഇന്റേണൽ വെർട്ടെക്സ് ആർ ഓർഡേർഡ്. ഓരോ ഇന്റേണൽ വെർട്ടെക്സിലെയും ചിൽഡ്രനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഓർഡേർഡ് റൂട്ടഡ് ട്രീ. ഓർഡേർഡ് റൂട്ടഡ് ട്രീ ആർ drawn so that the children of each internal vertex are shown in order from left to right. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മുടെ ഓർഡർ പറയുന്നത്. ഫസ്റ്റ് ചൈൽഡിനെ ലെഫ്റ്റ് എന്നും ലെഫ്റ്റ് ചൈൽഡ് എന്നും, രണ്ടാമത്തെ എന്നാ പറയുന്നത്? റൈറ്റ് ചൈൽഡ് എന്നായിരിക്കും പറയുന്നത്. നോട്ട് ദാറ്റ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് റൂട്ടഡ് ട്രീ ഈസ് കൺവെൻഷണൽ വേ ഡിറ്റർമൈൻസ് ആൻ ഓർഡറിംഗ് ഫോർ ഇറ്റ്സ് എഡ്ജസ്. We will use such orderings of edges in drawing without explicitly mentioning that we are considering the rooted tree to be ordered. In an ordered binary tree, നമ്മൾ സ്പെഷ്യൽ കേസ് ആയിട്ട് പറഞ്ഞെടുക്കുകയാണ്. If an internal vertex has 2 children, the first vertex and the first child is called the left child and the second child is called the right child. The tree rooted at the left child of a vertex is called the left subtree. ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആ ഒരു ചൈൽഡ് നമ്മൾ എന്താണ് വിളിക്കുന്നത്? ലെഫ്റ്റ് സബ്ട്രീ ഓഫ് ദിസ് വെർട്ടെക്സ് എന്നും. സിമിലർ റൈറ്റ് ആകുമ്പോഴായിരിക്കും റൈറ്റ് സൈഡിൽ വരുന്നതിനെ റൈറ്റ് സബ്ട്രീ ഓഫ് ദി വെർട്ടെക്സ് എന്നായിരിക്കും വിളിക്കുന്നത്. നോട്ട് ദാറ്റ് ഫോർ സം ആപ്ലിക്കേഷൻസ് എവറി വെർട്ടെക്സ് ഓഫ് എ ബൈനറി ട്രീ അതർ ദാൻ ദ റൂട്ട് ഈസ് ഡിസൈൻഡ് ആസ് എ റൈറ്റ് ഓർ ലെഫ്റ്റ് ചൈൽഡ് ഓഫ് ഇറ്റ്സ് പേരൻറ്റ്. റൂട്ട് അല്ലാത്ത ബാക്കി എല്ലാത്തിനും എങ്ങനെയാണ്? ആ പേരൻറ്റിന് ലെഫ്റ്റോ റൈറ്റോ ചിൽഡ്രൻ ആയിട്ടായിരിക്കും നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ കാണിക്കുന്നത്. ദിസ് ഇസ് ഡൺ ഈവൻ സം വെർട്ടിസസ് ഹാവ് ഓൺലി വൺ ചൈൽഡ്. ഒരു ചൈൽഡ് ഉള്ളെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ രീതിയിൽ നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ട്. വി വിൽ മേക്ക് സച്ച് ഡെസിഗ്നേഷൻസ് വെൻ എവർ ഇറ്റ് ഈസ് നെസസറി ബട്ട് നോട്ട് അതർവൈസ്. ആവശ്യമാണെങ്കിൽ മാത്രമാണ് നമ്മൾ ബൈനറി ട്രീയിൽ ലെഫ്റ്റും റൈറ്റും ചൈൽഡിനൊക്കെ പറയാൻ പോവുക. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുമോ? ഇല്ല. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണ്. ഇതൊരു ഗ്രാഫാണ്. നമുക്കൊരു ട്രീ തന്നെയാണ് അല്ലേ. ജസ്റ്റ് നമുക്ക് ഈ ട്രീക്ക് ടി എന്ന് പേര് കൊടുക്കാം. നമുക്ക് വെർട്ടെക്സിൻ്റെ പേര് കൊടുക്കാം അല്ലേ. എ ബി സി ഡി ഇ എച്ച് ഐ and J K L M F and G. ഓക്കെ, ഇതാണ് എന്തായിട്ട് വരുന്നത്? നമ്മുടെ ഗ്രാഫായിട്ട് വരുന്നത്.
ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏതൊക്കെയാണ് നമുക്ക് ലെഫ്റ്റും റൈറ്റും ട്രീ ആയിട്ട് വരുന്നത്? ഒന്ന് നോക്കിക്കേ. ദ ലെഫ്റ്റ് ചൈൽഡ് ഓഫ് ഡിയുടെ ലെഫ്റ്റ് ചൈൽഡ് ആയിട്ട് നമുക്ക് ഏതാണ്? എഫ് ആണ് വരുന്നത്. ഡി ലെഫ്റ്റ് ചൈൽഡ് എഫ് വരും, റൈറ്റ് ചൈൽഡ് ജി വരും. അതുപോലെ നമുക്ക് ഈ എയിൽ എടുക്കുവാണെങ്കിലോ, എയുടെ വരുവാണെങ്കിൽ നമുക്ക് ഒരു സെക്ഷൻസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, എയിൽ തന്നെ നമുക്ക് സി എടുക്കാം. സിയിൽ എച്ച് ജെ എന്നുള്ള ഈ ഒരു എഡ്ജ് ലെഫ്റ്റ് ചൈൽഡും ഇത്രയും ഭാഗം എന്താകും? റൈറ്റ് ചൈൽഡുമായിട്ട് വരും. ഇപ്പോൾ എന്താ, ഇത് ലെഫ്റ്റ് സബ്ട്രീം, ഇത് റൈറ്റ് സബ്ട്രീം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസിലേക്കാണ് കിടക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് വൺ ആപ്ലിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ് ആപ്ലിക്കേഷനാണ് നമ്മുടെ ട്രീ മോഡൽസ് എന്ന സെക്ഷനകത്ത് വരുന്ന ഫസ്റ്റ് ആപ്ലിക്കേഷനാണ് ഇത്, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആൻഡ് ട്രീസ്. നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്ന ഒരു കേസാണ് എന്ത്, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. അതും ട്രീസായിട്ട് എങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളതിനെ എങ്ങനെ കണക്ട് ചെയ്യുന്നു, ഹൗ ക്യാൻ യൂസ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മളിവിടെ പറയുന്നത്. ഗ്രാഫ്സ് ക്യാൻ ബി യൂസ് ടു റെപ്രസെൻറ്റ് മോളിക്യൂൾസ് where atoms are represented by vertices and the bonds between them by edges. The English mathematician Arthur Cayley discovered trees in 1857 when he was trying to enumerate the isomers of compounds of the form CnH2n+2. CnH2n+2 എന്നുള്ള ഈ ഒരു കോമ്പൗണ്ടിനെ കുറിച്ച് സ്റ്റഡീസ് ചെയ്യുന്ന ടൈമിലാണ് എന്ത് കണ്ടുപിടിച്ചത്, ട്രീസ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് ആർത്തർ കാലേ എത്തിയത്. വിച്ച് ആർ കോൾഡ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. എന്താണ്? CnH2n+2 ആണ് നമ്മുടെ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് അറിയപ്പെടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ഗ്രാഫ് മോഡൽസ് ഓഫ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ഈച്ച് കാർബൺ ആറ്റം ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ vertex of degree 4 and each hydrocarbon atom is represented by a vertex of degree 1. Then there are 3n+2 vertices in a graph representing a compound of the form CnH2n+2. The number of edges in such a graph is half the sum of degrees of the vertices. Hence, there are 4n plus 2n plus 2 by 2 is equal to 3n plus 1. എന്തായത് 3n plus 1 എങ്ങനെയാണ്? 4n plus 2n എന്താണ്? 6n, 6n by 2, 3n വരും, 2 divided by 2, 1. അപ്പോൾ 3n plus 1 edges in this graph. Because the graph is connected and the number of edges is 1 less than the number of vertices is must be 3. 3n plus 2 വെർട്ടക്സുകളുണ്ട്, 3n plus 1 എഡ്ജസും ഉണ്ട്. വെർട്ടക്സിനേക്കാളും ഒറ്റ ഒരു നമ്പറാണ് നമുക്ക് കുറവ് വരുന്നതെങ്കിൽ അതെന്താണ്, നമ്മൾ ട്രീ ആയിട്ടാണ് പറയുന്നത്. വെർട്ടക്സിനേക്കാളും ഒരു നമ്പർ കുറഞ്ഞാണ് എഡ്ജസ് വരുന്നെങ്കിൽ ട്രീ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കണ്ടത്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ടെക്സ്റ്റ് ഫിഗർ ഉണ്ട്, അതിനോടെ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഓക്കെ, 4C വരുന്നു. ഒരു എഡ്ജ് ഇവിടെ തന്നെ ആയേ. ഇവിടേക്ക് എന്താ വരുന്നത്? നമ്മുടെ ഹൈഡ്രജൻ ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ക്ലിയർ? Representing organizations. The structure of a large organization can be modeled using a rooted tree. Each vertex in this tree represents a position of the organization. An edge from one vertex to another indicates that one person is represented by initial vertex is the direct antecedent. Both of the person represented by the terminal vertex. In the organization represented by this tree, the director of hardware development works directly for the vice president of R&D. R&D എന്ന് പറഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷൻ നമ്മുടെ ഡയറക്ടറായിട്ട് ഹാർഡ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനി ഡയറക്ടറോടെ വരുന്നുണ്ട്. ആ ഒരു കേസ് നമുക്കൊരു എക്സാമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന ഞാൻ ജസ്റ്റ് അത് മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് അത് നോക്കിയേക്കാം, പ്രസിഡൻ്റായിട്ട് വരുന്ന കേസ്. അപ്പം നമ്മളത് ട്രീ ആക്കുന്നതാണേ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. ഓക്കെ, ഇവിടെ നമ്മുടെ പ്രസിഡന്റ് വരുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പ്രസിഡന്റ് താഴെ വരുന്ന ആരാ? VIPs. നമുക്ക് ജസ്റ്റ് R&Dയുടെ മാർക്കറ്റിങ്ങിൻ്റെ ഒക്കെ പല പല സെക്ഷൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് R&D എഴുതി, മാർക്കറ്റിംഗ്, ഇനി സർവീസസ്, then the last one finance. ഓക്കെ, ഇനി ഈ 4 എണ്ണത്തിനും വേറെയും എഡ്ജസ് കണക്ട് ചെയ്ത് പോകത്തില്ലേ?
പോകും. നോക്കാം. R&D ക്ക് 3 ഡയറക്ടർ റിസർച്ച്, ഡയറക്ടർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ഡയറക്ടർ ഹാർഡ്വെയർ ഡെവലപ്മെൻറ്റ്. അങ്ങനെ ഒരു 3. ആ 3 ഹെഡ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ മാർക്കറ്റിങ്ങിന് വരുന്നുണ്ട്. മാർക്കറ്റിങ്ങിന് നമുക്ക് 2-3 വരുന്നുണ്ട്. ദെൻ സർവീസസിന് വരുന്നുണ്ട്, ഫിനാൻസിന് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഓരോന്നിനും നമുക്ക് എന്ത് കിട്ടും? ഓരോരോ കണക്റ്റഡ് പോയിന്റ്സ് കിട്ടും. നമ്മുടെ വെർട്ടക്സുകൾ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രീയുടെ ആ ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. സോ ക്ലാസ് കാണുക, നല്ലപോലെ പഠിക്കുക. ബൈ.